ഉച്ചിമല്ലികുടി എന്ന് പറഞ്ഞാൽ കന്നഡയിൽ ഭ്രാന്തി മല്ലിയുടെ വീട് എന്നാണ് അർത്ഥം. മുൻപ് ഇവിടെ മാനസിക സ്വാസ്ഥ്യമുള്ള മല്ലി എന്നു പേരുള്ള സ്ത്രീ താമസിച്ചിരുന്നു അത്രേ. പന്നിയെ വേട്ടയാടുന്ന ഒരു ചിത്രം കാണാം. ഇത് രാവണപാടി 6-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചത്. പാറ തുരന്നുണ്ടാക്കിയിട്ടുള്ളതാണിത്. ട്രാവൽ ടാഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുൻ എപ്പിസോഡിൽ നമ്മൾ ഐഹോളയിലെ പ്രധാന ക്ഷേത്രങ്ങളുടെ കണ്ടു കഴിഞ്ഞു. ഇതുകൂടാതെ വേറെയും ചില ക്ഷേത്രഭാഗങ്ങൾ, ഒരുപാട് ക്ഷേത്രങ്ങൾ ഐഹോളയിലുണ്ട്. അതിൽ ചിലത് 2-3 എണ്ണത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. എപ്പിസോഡ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം പോകുന്നത് ഉച്ചിമല്ലികുടി എന്ന ക്ഷേത്രത്തിലേക്കാണ്. ഉച്ചിമല്ലികുടി എന്ന് പറഞ്ഞാൽ കന്നഡയിൽ ഭ്രാന്തി മല്ലിയുടെ വീട് എന്നാണ് അർത്ഥം. മുൻപ് ഇവിടെ മാനസിക സ്വാസ്ഥ്യമുള്ള മല്ലി എന്നു പേരുള്ള സ്ത്രീ താമസിച്ചിരുന്നു അത്രേ. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന് പേര് ലഭിച്ചത്. ക്ഷേത്രത്തിന് മുന്നിലായിട്ടൊരു കുളം കാണാം. ഇവിടെ പന്നിയെ വേട്ടയാടുന്ന ഒരു ചിത്രം കാണാം. ശിവനെ സമർപ്പിച്ചിട്ടുള്ള ക്ഷേത്രം. വാതിലിൻ്റെ കട്ട്ളയിൽ ശിവൻ, വിഷ്ണു, ഗന്ധർവൻ എന്നീ രൂപങ്ങൾ കൊത്തിയിരിക്കുന്നു. ശ്രീകോവിലിന് മുകൾഭാഗത്ത് സൂര്യൻ്റെയും ബ്രഹ്മാവിൻ്റെയും ശില്പങ്ങളുണ്ട്. ക്ഷേത്ര ചുമരുകളിലും മഹിഷാസുരമർദ്ദിനി, ബ്രഹ്മാവ് തുടങ്ങിയവരുടെ ശില്പങ്ങൾ കാണാം. ഇത് രാവണപാടി 6-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചത്. പാറ തുരന്നുണ്ടാക്കിയിട്ടുള്ളതാണിത്. നിരവധി ശില്പങ്ങൾ ഇവിടെ കാണാം. പാമ്പിനെ വാലിൽ തൂക്കി പിടിച്ചിരിക്കുന്ന ശിവന്റെ രൂപം. ഇത് നടരാജൻ. ഹാളിന്റെ ഉൾഭാഗം. ഇത് വരാഹമൂർത്തി. ഇത് മഹിഷാസുരമർദ്ദിനി. ശ്രീകോവിലിൽ ശിവലിംഗം. അർദ്ധനാരീശ്വരനും ഹരിഹരനുമെല്ലാം ഇവിടെ കാണാം. തൊട്ടടുത്ത് തന്നെ ഒരു ഉപമണ്ഡപമുണ്ട്. ഇവിടുന്ന് നമ്മൾ പോകുന്നത് മേഗുതി ജൈന ക്ഷേത്രത്തിലേക്കാണ്. ഒരു കുന്നിൻ്റെ മുകളിൽ മനോഹരമായി പണിതിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. അവിടേക്ക് കുറേ സ്റ്റെപ്പുകൾ കയറണം. അപ്പോൾ അങ്ങോട്ട് പോകാം. പോകുന്ന വഴി 2 നിലയായിട്ടുള്ളൊരു ചെറിയ ക്ഷേത്രമുണ്ട്, കാണാം. ഇത് താഴേക്കുള്ളൊരു വ്യൂ ആണ്. നമ്മുടെ യാത്രികരെല്ലാം നടന്നു വരുന്നുണ്ട്. ഇതാണ് ആ ചെറിയൊരു ക്ഷേത്രം, 2 നിലയായിട്ടുള്ള ക്ഷേത്രം. ഇതൊരു ജൈന ക്ഷേത്രം തന്നെയാണ്. അവിടുന്ന് മുകളിലോട്ട് കയറിയാൽ നമുക്കിവിടെ മേഗുതി ജൈനക്ഷേത്രത്തിലെത്താം. ഇതാണ് ആ ക്ഷേത്രം. സൂര്യാസ്തമയം കാണാൻ ഇവിടെ നിന്നാൽ. AD 634 പണിതിട്ടുള്ളതാണ് ഈ ക്ഷേത്രം. പുലികേശി രണ്ടാമൻ്റെ കൊട്ടാരം കവിയും ആർമി ചീഫുമായിരുന്ന രവികീർത്തിക്കായിരുന്നു ഇതിൻ്റെ നിർമ്മാണ ചുമതല. അദ്ദേഹം ഒരു ജൈന വിശ്വാസിയായിരുന്നു. പ്രധാന ശാഖയ്ക്കും ഗർഭഗൃഹത്തിനുമിടയിൽ ഒരു മുഖമണ്ഡപമുണ്ട് എന്നാണ് ഇവിടുത്തെ പ്രത്യേകത. വിശാലമായൊരു കുന്നുംപുറത്താണ് ഈ ക്ഷേത്രം. ഇവിടെ കാണുന്നൊരു ലിഖിതത്തിൽ കാളിദാസനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ക്ഷേത്രത്തിന് പിന്നിലായിട്ട് വിശാലമായ കുന്നുംപുറത്ത് ധാരാളം മുനിയറകൾ കാണാം. ജൈനരുടെ സെക്കൻഡറി ബറിയൽ നടന്ന സ്ഥലമാണിത്.
ഈ മുനിയറയ്ക്കുള്ളിലാണ് അവരുടെ ഭൗതികാവശിഷ്ടം ഇവിടെ കുഴിച്ചിട്ടിരുന്നതെന്ന് പറയുന്നത്. മുനിയറകളിലെ കല്ലൊക്കെ കുറേയൊക്കെ നശിച്ചു, ആകെ നാശോന്മുഖമായി കൊണ്ടിരിക്കുകയാണ്. ചാലൂക്യരുടെ പതനത്തോടെ ഇവിടുത്തെ പല ക്ഷേത്രങ്ങളും അനാഥമായി. അവ പലതും മണ്ണിനടിയിലായി. നിർമ്മാണ വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായ പല ക്ഷേത്രങ്ങളും വീണ്ടെടുത്തു. അങ്ങനെ നമ്മുടെ 3-ാം ദിവസത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ബീജാപ്പൂരിലേക്കാണ്. അവിടെയാണ് ഇന്ന് രാത്രിയിലെ താമസം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക.